Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽസ് റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സീസൺ 1 നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആയ അനാമികയെ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ അനാമിക. അനാമിക, ഹായ്. ഇന്ന് ഏത് കണ്ടസ്റ്റന്റിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിനെ അല്ലേ? അപ്പൊ നമുക്ക് ഭാഗ്യലക്ഷ്മിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? ലെറ്റ്സ് വെൽക്കം ഭാഗ്യക്കുട്ടി. ഭാഗ്യക്കുട്ടി, ഹായ് ചേച്ചി. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടുണ്ട്. ട്വിൻസിനെ മാതിരി ഉണ്ട്. ഹെയർ സ്റ്റൈലും എല്ലാം സിമിലർ ആണ്. ഇന്ന് ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഏജന്റ് വിനോദ് എന്ന ഫിലിമിലെ ദിൽമറ മുഫ്തുക. നൈസ് സോങ് സെലക്ഷൻ. രണ്ടുപേരും തകർക്ക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദ ബെസ്റ്റ് മോളു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. यू तो प्रेमी 75 हमारे, ले जा तू कर 77 इशारे, दिल मेरा मुफ्त का हाँ काहे तरसते बेचारे, ले जा तू कर 77 इशारे, दिल मेरा मुफ्त का, दिल मेरा अच्छे है वो है फरेबी, दिल के दुकानदार है दूसरे भी, हम थोड़ा अच्छे है वो है फरेबी, महंगा है दिल सबके पास का नहीं है, बिकना है पर तेरी खातिर मुझे भी, आज पासार घी बिक गया रे, ले जा तू कर 77 इशारे, दिल मेरा तो प्रेमी 75 हमारे, ले जा तू कर 77 इशारे, दिल मेरा मुफ्त का. दम है बोलो काटो रसीदे, सोचा तुम्हारा भी दिल हम खरीदे, क्या दम है बोलो काटो रसीदे, फिर तुमसे करवा ले जैसा भी चाहे, नजरें तुम्हारी मेरी हाजिरी दे, पर तुम्हारी है नजरों से हारे, ले जा तू कर 77 इशारे, दिल मेरा
താങ്ക് യു. ഭാഗ്യക്കുട്ടി ആൻഡ് അനാമിക, യു ജസ്റ്റ് റോക്ക് ദ ഫ്ലോർ. അടിച്ചു പൊളിച്ചു രണ്ടുപേരും. അനാമിക, എന്ത് ലവ്ലി ആണ് ആ മൂവ്മെന്റ്സ് എല്ലാം. എനിക്ക് നമുക്ക് കമന്റ്സ് അറിയാം. ആരെടുത്ത് ചോദിക്കണ്ടേ? അനുപേന്റെ അടുത്ത്. അനുവേട്ടാ. Bhaglakshmi and Anamika, great show, amazing energy, നല്ല ഒരു പെർഫോമൻസ്, നന്നായിട്ട് പാടി രണ്ടുപേരും. അനാമിക, വെൽക്കം ബാക്ക് അഗെയിൻ ടു ജൂനിയർ ഐഡൽ. ഇപ്രാവശ്യം നമുക്ക് വെർസറ്റൈൽ അനാമികയെ കാണാൻ പറ്റി. ദ വെരി ഗോർജിയസ് അനാമിക ഓൺ സ്റ്റേജ്. ഓൾ ദ വെരി ബെസ്റ്റ്. അസലായിട്ട് പാടി മോളെ, ആസ് ഓൾവേസ്. ഭാഗ്യലക്ഷ്മിയും ഗംഭീരമായിട്ട് പാടി. ഇത് ഏജന്റ് വിനോദ് എന്ന സിനിമയിലെ പാട്ടാണ്. സൈഫ് അലി ഖാൻ ആൻഡ് കരീന കപൂർ. അവർ ഇപ്പോൾ റീസെന്റ് വിവാഹിതരായി. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദം ഓൾസോ. ആൻഡ് ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീതം ചക്രവർത്തി എന്ന മ്യൂസിക് ഡയറക്ടർ, അതായത് പ്രീതം എന്ന മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത പാട്ടെന്നാണ് എൻ്റെ ഓർമ്മ. നന്ദിനി ശ്രീകർ എന്ന സിംഗറാണ് പാടിയിരിക്കുന്നത്. നന്ദിനി ശ്രീകർ ഇസ് ബേസിക്കലി എ ഗിറ്റാറിസ്റ്റ്, ഒരു ഉഗ്രൻ ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പൊ നന്ദിനി പാടിയ പാട്ടാണ്. തമിഴിൽ ഇതിനു മുമ്പ് നന്ദിനി ശ്രീകർ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്, വിദ്യാസാഗറിനൊക്കെ. അപ്പം പുള്ളിക്കാരുടെ ഒരു വലിയ ഹിറ്റാണിത് ഇപ്പൊ ഹിന്ദിയിൽ. ബാക്കിയുടെ സിംഗിങ്ങിലോട്ട് വരുമ്പോൾ എക്സലന്റ് ആയിരുന്നു ഒരുപാട് സ്ഥലത്ത്. എനിക്ക് ചെറിയൊരു സജഷൻ മാത്രം തോന്നിയത് ദിൽ മെറ എന്ന് പറയുന്ന ആ ഒരു ക്രസൻഡോ ഇല്ലേ, അതിൽ വല്ലാതെ അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആയി. അത്ര ഓപ്പൺ അപ്പ് ചെയ്ത് പാടണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ദിൽ മെറ എന്ന് പറയുമ്പോൾ ഡബോ എന്ന് പറയുന്ന ഒരു ഫീൽ വരും. അത്ര വേണ്ട, കുറച്ചൊന്ന് ഒതുക്കി പാടാം. ഓക്കെ, ബാക്കി എല്ലാം കൊണ്ട് തന്നെ എക്സലന്റ് ആയിട്ട് മോള് പാടി. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. എന്ത് രസമായിരുന്നു. ഞാനിവിടെ ഇരുന്ന് എണീറ്റ് ഡാൻസ് ചെയ്ത് പോയേനെ. അത്ര രസമായിരുന്നു. കാരണം കുറച്ച് നാളുകളായി ഇത്രയും ഒരു കലക്കൻ പെർഫോമൻസ് നമ്മുടെ വേദിയിൽ വന്നിട്ട് രണ്ടുപേരും ഒരച്ചില് വാർത്തതുപോലെ ഒരേ പൊക്കവും ഒരേ ലാച്ചയൊക്കെ ഇട്ട് എങ്ങനെ ഇതേപോലെ ഒരേപോലെ ഒരേ ശബ്ദവും, രണ്ടുപേരുടെ രണ്ട് ടൈപ്പ് ശബ്ദമാണ്, പക്ഷെ ഒന്നിച്ച് പാടുന്ന പോർഷൻസ് ഒക്കെ എന്ത് പവർഫുൾ ആയിട്ട് പാടിയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു സോങ് സെലക്ഷൻ. നന്ദിനിക്കുട്ടിയാണ് പാടിയത് അല്ലേ ഇത്? ഞാനും സുനീതി ചൗഹാൻ അങ്ങനെ ആ ഒരു കാറ്റഗറിയാന്ന് വിചാരിച്ചത്. എന്തായാലും അനാമിക മോളെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് മോളുടെ സിംഗിങ്ങിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ച് ഗ്യാപ്പിന് ശേഷം കാണുന്നതുകൊണ്ട് ഇപ്പൊ ബിജേണ പറയുന്നത് അനാമിക ഉക്കറിനൊരു പെർഫോമർ കൂടിയാണല്ലേ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് മോളുടെ മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, മോള് പെർഫോം ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസം ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യക്ക് ഈ ടൈപ്പ് പാട്ടുകൾ കൂടുതൽ കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മോളും രണ്ടുപേരും ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും തുല്യം വളരെ ഗംഭീരമായിട്ട് ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കേട്ടോ. താങ്ക് യു ചേച്ചി. ഭാഗ്യലക്ഷ്മി ആൻഡ് അനാമിക അസലായിട്ട് പാടി കേട്ടോ. ഒരു ഉത്സവമായിരുന്നു പാട്ട്. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൂൾ പെർഫോമൻസസിൽ ഒരെണ്ണമാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റൗണ്ടിൽ എനിക്ക് തോന്നുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പാടിയത്. അനാമിക വളരെ കൂളായിട്ട് പാടിയിരുന്നു. അതായത് അതൊരു മത്സരാർത്ഥി അല്ലാത്തതിന്റെ ഒരു സുഖമുണ്ട് പാടുമ്പോൾ. പിന്നെ മോള് അത് മത്സരാർത്ഥി ആണെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിന് ടെൻഷനൊന്നും ഇല്ലാതെ വളരെ ബോൾഡായിട്ട് പാടി. ഇത്തിരി ബോൾഡ്നെസ് കൂടി എന്ന് മാത്രം പറഞ്ഞോട്ടെ, എന്നാലും വളരെ ഭംഗിയായിട്ട് പാടി മോളെ കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു വിജേട്ടാ. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ അനാമിക? ഓൺ 30 അനുപേട്ട. മോളെ 28 on 30. And style, attitude and performance was very good. 3.75 of 4. താങ്ക് യു അനുപേട്ട. റീം ചേച്ചി. ഭാഗ്യനെ അനാമികയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനാമിക ഭാഗ്യനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് പാടി. അതുകൊണ്ട് 28.25 പ്ലസ് 0.25 28.5. ഫീലിന് 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു റിമി ചേച്ചി. വിജേട്ടാ. 28 on 30 and expression 2.75. Thank you Vijayata. Your total score is 93.75 on 100. നല്ല മാർക്കാണല്ലോ. ചിരി വരട്ടെ. എന്താ ഭയങ്കര ഡള്ളായി നിൽക്കുന്നേ? ചിരിച്ചു എന്നല്ലേ. അനാമിക, ഇനിയും പെർഫോമൻസുകളുണ്ട് അല്ലേ? വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ആ പെർഫോമൻസിൽ കാണാം. ഭാഗ്യ, ഇതിൽ നന്നാക്കി പെർഫോം ചെയ്യണം. അടുത്ത പെർഫോമൻസ് എല്ലാം വളരെ ക്രൂഷ്യലാണ്. ബിക്കോസ് നമ്മുടെ ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.